ഞങ്ങൾ വരുന്ന 12-ാം തീയതി സാഹിത്യ അക്കാദമിയുടെ മെയിൻ ഹാളിൽ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഭരണഘടന, ജനാധിപത്യം, ജുഡീഷ്യറി ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്, ഒരു സംവാദമാണ് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്നത്. പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകനായ പരിസ്ഥിതി പ്രവർത്തകനായുള്ള CR നീലകണ്ഠൻ വരുന്നുണ്ട്. പിന്നെ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി വളരെ വലിയൊരു പരിപാടിയാണ്. നിങ്ങൾ വളരെ പ്രധാനമായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളിൽ ആളുകൾ വരാവുന്ന തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നവർ പങ്കെടുക്കുന്നത്. ഇത് നരേന്ദ്രൻ എൻ്റെ പ്രസിഡൻ്റാണ്. അഡ്വക്കേറ്റ് സൗമ്യ ട്രഷറർ, അഡ്വക്കേറ്റ് മനോജ്, ഞാൻ ശശി പുളിക്കൽ, ബിജു വാഴപ്പള്ളി. അറിയാണ് കാര്യങ്ങൾ. പ്രസിഡന്റ് സംസാരിച്ചു. ഞങ്ങൾ ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ജസ്റ്റിസ് B. കമാൽ പാഷ സാറ് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ജനാധിപത്യം, ഭരണഘടന, ജുഡീഷ്യറി എന്നീ വിഷയത്തിലൊരു സംവാദം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ പ്രമുഖ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശ്രീ രാഹുൽ ഈശ്വർ, TL സന്തോഷ് തുടങ്ങിയവരെയും കൂടി നമ്മൾ ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്കും അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കും ഒരു സാമൂഹ്യമായിട്ടുള്ള ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം എയിം ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശങ്ങൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നീതി, നിഷേധിക്കപ്പെട്ടവർക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തുണയായി നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ വേണ്ടത്ര പരിഗണന കൊടുത്ത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ. തീർച്ചയായിട്ടും നമ്മളത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മിക്കവാറും വക്കീലന്മാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തില് നമ്മളിപ്പോ നമ്മുടെ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ അവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഓക്കെ.